പ്രിയ മിത്രങ്ങൾക്ക് ഇന്നത്തെ പുതിയ കഥയിലേക്ക് സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. കഥ ആരംഭിക്കാം. എന്റെ പേര് ജലജ. എനിക്ക് 52 വയസ്സുണ്ട്. ഭർത്താവ് 12 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. 3 പെൺമക്കളാണുള്ളത്. അവരുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് അവർ ഭർത്താക്കന്മാരുടെ കൂടെ താമസിക്കുന്നു. ഞാനും ഒരു വേലക്കാരിയും മാത്രമാണ് വീട്ടിൽ. എന്റെ ഒരു കൂട്ടുകാരിയുടെ മകളുടെ കല്യാണത്തിനാണ് ഞാൻ അവനെ ആദ്യമായി കാണുന്നത്. ഓഡിറ്റോറിയത്തിൽ വെച്ച് പലതവണ അവൻ എന്നെ നോക്കുന്നത് കണ്ടാണ് ഞാൻ അവനെ ശ്രദ്ധിച്ചത്. ഈ പയ്യന് വലിയ പ്രായമൊന്നുമില്ല. ഇവൻ എന്തിനാണ് എന്നെ ഈ നോക്കുന്നത്? അതായിരുന്നു ഞാൻ ചിന്തിച്ചത്. പയ്യനല്ലയോ എന്ന് വിചാരിച്ച് ഞാനത് വലിയ കാര്യമായിട്ടെടുത്തില്ല. വീണ്ടും പലയിടങ്ങളിലും വെച്ച് എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ആ നോട്ടം വെറും നോട്ടമല്ല എന്നെനിക്ക് മനസ്സിലായി. എന്നിട്ടും ഞാനത് വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്നെ അറിയുന്ന വല്ല പയ്യനുമായിരിക്കും, ഞാൻ സ്വയം സമാധാനിച്ചു. എനിക്കാണെങ്കിൽ അവനെ ഒരു പരിചയവുമില്ല. പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോഴാണല്ലോ അത് ആരാണെന്നറിയാനുള്ള ത്വര നമ്മൾക്ക് കൂടിക്കൂടി വരുന്നത്. വിവാഹ സമയം മുഴുവൻ അവന്റെ ശ്രദ്ധ എന്നിലായിരുന്നു. അതോടുകൂടി അവൻ എന്തിനാണ് എന്നെ നോക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ എന്നിൽ കൂടിക്കൊണ്ടേയിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും അവൻ തൊട്ടു മുമ്പിലിരിക്കുന്നു. ആഹാരം കഴിക്കുമ്പോഴും അവന്റെ നോട്ടം എന്നിൽ തന്നെയായിരുന്നു. ആദ്യമൊക്കെ അവന്റെ നോട്ടത്തിൽ എനിക്ക് അതൃപ്തി തോന്നിയെങ്കിലും പിന്നെ പിന്നെ ഞാനും അത് ആസ്വദിച്ചു തുടങ്ങി. അല്ലെങ്കിലും അങ്ങനാണല്ലോ, ഒരു പുരുഷൻ നമ്മളെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സുഖമാണല്ലോ. അവൻ എന്തെങ്കിലും എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കി. ഇല്ല, അങ്ങനെയുള്ള ഭാവമൊന്നും അവൻ കാണിക്കുന്നില്ല. ഒന്ന് പുഞ്ചിരിക്കുന്ന പോലുമില്ല. എങ്കിലും അവന്റെ ആ നോട്ടം എന്നിൽ തന്നെ. അതുവരെ കൊച്ചുപയ്യനല്ലയോ എന്ന് കരുതി അവന്റെ ശരീരഘടന ശ്രദ്ധിക്കാതിരുന്ന ഞാൻ അവനെ ഒന്ന് ശ്രദ്ധിച്ചു. നല്ല വെളുത്ത നിറം, ആരും ആകർഷിക്കുന്ന മുഖം, ഒത്ത വണ്ണവും നല്ല ഹൈറ്റും. ടീഷർട്ടും ജീൻസുമാണ് അവന്റെ വേഷം. അങ്ങനെ ഭക്ഷണം കഴിച്ച് തീരുന്നതുവരെ അവനെ നോക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അവൻ എന്നെ തന്നെ നോക്കുന്നുണ്ടോ എന്ന് കാണാൻ ഞാൻ ഏറുകണ്ണിട്ട് നോക്കി. അവൻ എന്നെ എന്തോ ലക്ഷ്യം വെച്ച് നോക്കുന്നുണ്ട്. എന്തായിരിക്കും അവന്റെ ഉള്ളിൽ? ഒന്നുകിൽ പ്രേമം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. പക്ഷെ എന്തിന്? 52 വയസ്സുള്ള അവന്റെ അമ്മയുടെ പ്രായമുള്ള എന്നെ അവൻ എന്തിനു വേണ്ടി നോക്കുന്നു? ഇതെന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. പ്രേമിക്കാനുള്ള സാധ്യതയില്ല, ഞാൻ മനസ്സിൽ ചിരിച്ചു. പിന്നെ അവന്റെ മനസ്സിൽ, ഹോ, അതായിരിക്കാനും വഴിയില്ല. കാരണം രണ്ടുപേരും വലിയ പ്രായവ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൈ കഴുകാനായി ചെന്നപ്പോൾ ഞാൻ അവിടെയുള്ള കണ്ണാടിയിൽ എന്റെ മുഖം ഒന്ന് നോക്കി. നര കൂടിയിരിക്കുന്നു. മുഖത്തൊക്കെ അങ്ങിങ്ങെ ചുളിവുകൾ വീഴാൻ തുടങ്ങി. ഞാൻ സങ്കടത്തോടെ നോക്കി. പഴയ യുവത്വം ഒന്നുകൂടി തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. അവന്റെ നോട്ടം എനിക്ക് സമ്മാനിച്ച അതേ ആഗ്രഹം. അപ്പോൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഞാൻ എന്നോട് ചോദിച്ചു, പ്രായമായില്ലേ, ഇനി എന്ത്? അതോടെ ഞാൻ വീണ്ടും പഴയ ജലജയായി മാറി. ഭക്ഷണം കഴിച്ച് കൂട്ടുകാരോട് യാത്രയും പറഞ്ഞ് കാർ പാർക്ക് ചെയ്തെടുത്ത് എന്നപ്പോൾ എന്നെയും കാത്ത് അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ മുതൽ അവൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകണം. അല്ലെങ്കിൽ അവൻ എന്റെ കാർ എങ്ങനെ അറിയും? അവൻ അവിടെ നിൽക്കുന്നത് കണ്ട ഞാൻ അമ്പരപ്പോടെ മുന്നോട്ട് നടക്കാനാവാതെ അവനെ നോക്കി നിന്നു. എന്നെ കണ്ടയുടൻ അവൻ കയ്യിൽ കരുതിയിരുന്ന ടിഷ്യൂ പേപ്പർ ഡോർ ഹാൻഡിൽ തിരികെ വെച്ച ശേഷം അവൻ നടന്നു നീങ്ങി. അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് കാറിൽ കയറി. കാർ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്ന് സൈഡ് ഒതുക്കി കാർ നിർത്തിയിട്ട് ഞാൻ ആ പേപ്പർ എടുത്ത് നിവർത്തി നോക്കി. അതിലൊരു ഫോൺ നമ്പർ എഴുതിയിരിക്കുന്നു. ഞാനത് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് ആ പേപ്പർ കീറിക്കളഞ്ഞു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും എനിക്ക് അന്ന് നടന്ന കാര്യങ്ങളായിരുന്നു മനസ്സ് നിറയെ. മാത്രമല്ല, വീട്ടിലേക്ക് വരുമ്പോഴേ പല പ്രാവശ്യം കാർ നിർത്തി ഞാൻ എന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിരുന്നു. ഓരോ തവണ നോക്കുമ്പോഴും ഞാൻ മുമ്പ് നോക്കിയതിൽ കൂടുതൽ പ്രായം കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. വീട്ടിലെത്തി ഡ്രസ്സ് മാറാനായി സാരി അഴിച്ചു. ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഞാൻ ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ മുഴുകുമ്പോൾ പഴയ സന്തോഷങ്ങളെല്ലാം എന്റെ ഓർമ്മയിൽ ഓടിയെത്താറുണ്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷം ഒന്നിനു വേണ്ടിയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മനസ്സിൽ ഓടിയെത്തുന്നു. അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സു മാറി താഴെ അടുക്കളയിലേക്ക് ചെന്ന് വേലക്കാരിയെ ഒരു യന്ത്രം കണക്കെ സഹായിച്ചു. അപ്പോഴും എന്റെ മനസ്സിൽ ഇന്ന് നടന്ന സംഭവങ്ങളായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും അതായിരുന്നു എന്റെ ചിന്ത. അവനൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു.
ആ ചിന്തകൾ മാറാനായി എന്റെ മനസ്സിനെ മറ്റു പലതും ചിന്തിച്ച് മാറ്റാൻ നോക്കി. എന്നിട്ടും കറങ്ങിത്തിരിഞ്ഞ് അവനിലേക്ക് തന്നെ എത്തി. അവന്റെ ഓർമ്മകൾ വരാതിരിക്കാൻ ഭർത്താവുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മറ്റൊരു ദുഃഖം തന്നെയായിരുന്നു എന്റെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ ഒന്നും ആലോചിക്കാതെ ഞാൻ കമിഴ്ന്നു കിടന്നുറങ്ങി. രാവിലെ വേലക്കാരിയുടെ കഥകിലുള്ള മുട്ടുകെട്ടാണ് ഞാൻ ഉണർന്നത്. അന്നത്തെ ഓരോ ജോലിയിലും അവനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് അവനിലേക്ക് എത്തുകയാണ് ഞാൻ സ്വയം പ്രായം കുറഞ്ഞ ആളാകാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. അതല്ലാതെ അവനെ വിളിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മാസം തോറുമുള്ള ചെക്കപ്പിനായി ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്തോ ആവശ്യത്തിനായി പുറത്തു പോയിരിക്കുകയാണ്. വരാൻ കുറച്ച് കഴിയുമെന്ന് സിസ്റ്റർ പറഞ്ഞു. ഞാൻ തിരിച്ച് കാറിനടുത്തേക്ക് ചെന്നു. ബാഗിൽ നിന്ന് കാറിന്റെ താക്കോൽ എടുത്തപ്പോൾ ബാഗിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ കൂടി പുറത്തു വന്നു. ആ ടിഷ്യൂ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് പഴയ അവന്റെ ആ ഓർമ്മ വന്നു. കാറിൽ കയറി ഇരുന്നപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അവന്റെ നമ്പറിലൊന്ന് വിളിച്ചാലോ? മൊബൈലിൽ നിന്ന് നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു. അവൻ ഫോൺ എടുത്തു. ഹലോ. അവന്റെ ആ ഗാംഭീര്യ ശബ്ദം ഫോണിൽ കൂടി കേട്ടു. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ ഞാനൊന്ന് പതറി. കട്ട് ചെയ്താലോ എന്നാലോചിച്ചപ്പോഴത്തേക്കും വീണ്ടും ഹലോ, ആരാ, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ എപ്പോഴും മിണ്ടാതെ നിന്നു. എന്നിട്ട് പെതുക്കെ പറഞ്ഞു, ഇത് ഞാനാ. കുറച്ചുനാൾ മുമ്പ് കല്യാണത്തിന്റെ അന്ന് നമ്പർ തന്നില്ലയോ? അവൻ ഒട്ടും ഗൗരവമിടാതെ അവൻ ചോദിച്ചു. ഓ, നിങ്ങളോ? 1 മാസം കഴിഞ്ഞല്ലോ, ഇപ്പോഴാണോ വിളിക്കുന്നേ? അന്ന് തന്നെ വിളിക്കണമെന്ന് കരുതിയിരുന്നു ഞാൻ. നിനക്കെന്നെ മുമ്പ് അറിയുമോ? ഇല്ല, അന്നാണ് ഞാൻ ആദ്യമായി കാണുന്നത്. പിന്നെ എന്തിനാ അന്ന് മുഴുവൻ സമയവും എന്നെ നോക്കിയിരുന്നേ? ഞാൻ ചോദിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടപ്പോഴേ ഒരു പ്രത്യേകത തോന്നി. നല്ല പരിചയമുള്ള ഒരാളെ പോലെ തോന്നി. അവന്റെ പെട്ടെന്നുള്ള മറുപടി എനിക്കൊരു ഷോക്കായെങ്കിലും ഞാൻ ചോദിച്ചു, ഒരു മുൻപരിചയം പോലും ഇല്ലാത്ത നിന്നേക്കാൾ പ്രായമുള്ള ഒരാളിനോട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു? ഓ, പരിചയം അത് മുൻജന്മത്തിലെ ആണെന്ന് കരുതിയാൽ മതി. പിന്നെ പ്രായം അതൊരു തടസ്സമാകില്ല. ചെറുക്കന്റെ മറുപടി കേട്ട് ഞാൻ അമ്പരന്നു. ആദ്യമായി പരിചയപ്പെടുന്ന ഒരാളോട് ഒരു മറയുമില്ലാതെ ഇത്രയും ഗാംഭീര്യത്തോടെ സംസാരിക്കാൻ നിനക്ക് വല്ല മാനസരോഗവുമാണോ എന്ന് ഞാൻ ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? ഏയ്, എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കിഷ്ടമായി. ഞാൻ ഉള്ളത് തുറന്നു പറഞ്ഞു. നേരെ വാ, അതാണ് എനിക്കിഷ്ടം. ഞാൻ വല്ലാതെയായി. എന്തു മറുപടി പറയണോ എന്ന് വിചാരിച്ച് ഫോണും പിടിച്ച് അങ്ങനെ ഇരുന്നു. ഡോക്ടർ വന്നെന്ന് തോന്നുന്നു, ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഡോക്ടറുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവന്റെ വാക്കുകളായിരുന്നു മനസ്സിൽ മുഴുവൻ. അവന്റെ ഉദ്ദേശം അവൻ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇത് തുടർന്നാൽ ആകെ പ്രശ്നമാകും. എന്നാലും എനിക്ക് അവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു. ഒരുപക്ഷെ അവൻ ഫോണിൽ കൂടി ആയാലും അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചത് കൊണ്ടാകാം. അതിലുപരി ഞാൻ ദിവസങ്ങളോളം ഉത്തരം തേടിക്കൊണ്ടിരുന്ന ചോദ്യമായിരുന്നു അവൻ എന്തിനായിരുന്നു എന്നെ നോക്കിയതെന്ന്. ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അങ്ങനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ എന്റെ ഉള്ളിൽ ആ പയ്യനോട് അറിയാതെ കൂടിയ ഇഷ്ടമല്ലെങ്കിൽ അവനെക്കുറിച്ച് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറിനേക്കാൾ നല്ല ഒരാളുണ്ടാവില്ല എന്നെനിക്ക് തോന്നി. കൂട്ടുകാരോടൊക്കെ ചോദിച്ചാൽ പുറം ലോകം അറിയും, അത് നാണക്കേടാകും. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, എന്റെ ഈ പ്രായത്തിൽ മറ്റൊരാളുമായി ബന്ധമുണ്ടാകുന്നതിൽ തെറ്റുണ്ടോ? ഡോക്ടർ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അക്കാര്യത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് നമ്മുടെ ശരിയിലൂടെ മുന്നോട്ട് പോവുക. നമ്മുടെ ശരി ഒരുപക്ഷെ മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം. ഒരു പ്രധാന കാര്യം, സ്നേഹം പോലെ തന്നെയാണിത്. കുറച്ചെങ്കിലും കിട്ടിയെങ്കിൽ എന്നെല്ലാവരും പറയും. പക്ഷേ കിട്ടിത്തുടങ്ങുമ്പോൾ അതുവരെ കിട്ടിയതൊന്നും പോരാ, അതിനപ്പുറം വേണമെന്ന് തോന്നും. എന്നെ ഒന്ന് നോക്കിയിട്ട് ഡോക്ടർ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളായി. നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടാകാം, അതിൽ തെറ്റു പറയാൻ പറ്റില്ല. എന്നാൽ കിട്ടിത്തുടങ്ങുമ്പോൾ ഇനിയും വേണമെന്ന ചിന്തയാകും നിങ്ങൾക്ക്. അതുകൊണ്ട് ഡോക്ടർ വീണ്ടും എന്നെ നോക്കി, ഈ പ്രായത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളുടെ അനുഭവ സമ്പത്തിനും നിങ്ങളുടെ പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടിയാൽ അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. അങ്ങനെ ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ആ ചിന്തകൾ തന്നെയായിരുന്നു എന്റെ മനസ്സിൽ. നല്ല പ്രായത്തിൽ ഭർത്താവ് മരിച്ചപ്പോൾ വീട്ടുകാർ വേറെ വിവാഹം ആലോചിച്ചു.
പക്ഷേ ഞാൻ വഴങ്ങിയില്ല. ഇപ്പോൾ എനിക്ക് എന്താണ് പറ്റിയത്? ആ രാത്രിയിൽ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ, ഞാൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ അവനെ വീണ്ടും വിളിച്ചു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ആദ്യമൊന്നും ഞാൻ അവനോടൊന്നും തുറന്നു പറഞ്ഞില്ല. അങ്ങനെ ഞാൻ അവന്റെ വീട്ടുകാര്യങ്ങൾ ചോദിച്ചു. അവനെക്കുറിച്ച് ചോദിച്ചു. അവന്റെ പേര് അർജുൻ. പോളിടെക്നിക്ക് കഴിഞ്ഞ് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, നീ ഇതുവരെ എന്നെക്കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാം, സമയമുണ്ടല്ലോ എന്നായിരുന്നു അവന്റെ മറുപടി. ഞാൻ ചോദിച്ചു, നിന്റെ കൂട്ടുകാർ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ കളിയാക്കില്ലേ? എന്തിന്? എന്റെ ഇഷ്ടമല്ലേ? അവൻ പറഞ്ഞു. അടുത്ത ദിവസം രാത്രിയിൽ അവൻ ഇങ്ങോട്ട് ഫോൺ ചെയ്തു. അവൻ എന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ഭർത്താവിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്റെ തൊണ്ട ഇടറി. അതവൻ ശ്രദ്ധിച്ചു. സോറി, വിഷമിക്കല്ലേ. ഓ ഇല്ല, ഞാൻ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ ഫോണിൽ കൂടി നല്ലപോലെ അടുത്തു. അവനിൽ എനിക്ക് നല്ലപോലെ വിശ്വാസമായി തുടങ്ങി. ദിവസവും ഞങ്ങൾ സംസാരിച്ചു, വിശേഷങ്ങൾ പങ്കുവച്ചു. ഒരു ദിവസം അവൻ ചോദിച്ചു, ഇങ്ങനെ എന്നും ഫോണിൽ കൂടി സംസാരിച്ചാൽ മതിയോ? ഞാൻ വീട്ടിലോട്ട് വരട്ടെ? ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം. എനിക്ക് ആകെ കുളിരുപോരി. എങ്കിലും ഞാൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു, എന്തിന്? അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, നാളെ രാത്രി ഇങ്ങോട്ട് പോരെ. വേലക്കാരി സന്ധ്യയ്ക്ക് അങ്ങ് പോകും. ആഹാരമൊന്നും കഴിക്കണ്ട. ഇവിടുന്ന് നമ്മൾക്ക് ഒരുമിച്ച് കഴിക്കാം. അവൻ ഒന്ന് മൂളി. പിറ്റേന്ന് രാത്രി ഒരു 9 മണിയായപ്പോൾ അവൻ വന്നു. ഒരു ചെറിയ പുഞ്ചിരിയോടെ ഞാൻ അവനെ എതിരേറ്റു.